ബോളിവുഡ് താരം സൽമാൻ ഖാൻ്റെ പുതിയ ചില വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് തോന്നിയത് ഏതാണ്ട് ശ്രീരാമ അതെ സൽമാൻ ഖാൻ ജയ് ശ്രീറാം വിളിച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ പറഞ്ഞു കേട്ടതാണ്. അത് വിശ്വസിക്കാൻ പറ്റുന്നതല്ല പെട്ടെന്ന്. ജയ് ശ്രീറാം വിളിക്കുക മാത്രമല്ല, വേണ്ടി വന്നാൽ ശ്രീരാമനെ കൂടെ കൊണ്ടു നടക്കും സൽമാൻ ഖാൻ. സൽമാൻ ഖാനിന് ഒരു പുതിയ വാച്ച് കിട്ടിയിട്ടുണ്ട്. ഈ വാച്ചിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞു. ആ വാച്ചിൻ്റെ ഡയലിലുള്ളത് എന്താണെന്നറിയാമോ? അയോധ്യയിലെ രാമക്ഷേത്രം, വാച്ചിൻ്റെ ഡയൽ, വില്ല് കുലച്ച അമ്പെയ്യുന്ന ശ്രീരാമചന്ദ്രൻ, തൊട്ട് താഴെ ഹനുമാൻ. ഇങ്ങനെ ആലേഖനം ചെയ്ത വാച്ചും ധരിച്ചാണ് സൽമാൻ ഖാൻ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലയോ ഓ അബ്ദുള്ളമാരെ, നിങ്ങൾ പറയുമോ സൽമാൻ ഖാൻ തൗബ ചെയ്യണമെന്ന്? ഷിർക്കല്ലേ? അതെ, കാഫറുകളുടെ അമ്പലം, കാഫറുകളുടെ ദൈവങ്ങളാണ് ആ വാച്ചിലുള്ളത്. അതുമാത്രമല്ല, ബാബറി പള്ളി, ശ്രീരാമക്ഷേത്രം പൊളിച്ച് വീണ്ടും സ്ഥാപിക്കുമെന്ന് പറയുന്ന കുറേ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെ സഹിക്കും സല്ലൂബായി ഇങ്ങനെ വാച്ച് കെട്ടിയാൽ? ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പം മലയാളത്തിൽ ഒരു പ്രധാനപ്പെട്ട നടനുണ്ട് കേട്ടോ. അദ്ദേഹം വലിയ നടനാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു കൊന്ത ഇട്ടിട്ടുണ്ട്, അറിയാമോ? ഉണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളുടെ കഴുത്തിൽ കൊന്തയുണ്ട്. ആ കൊന്ത ഇട്ടതിന് ശേഷം അങ്ങയുടെ ഒരൊറ്റ സിനിമ ഗുണം പിടിച്ചിട്ടില്ല. കോടികൾ മുടക്കുന്ന സിനിമകളെല്ലാം പൊട്ടി പാളീസാവുകയും വിവാദങ്ങളിൽ പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ന് രാവിലെ എന്നോട് ഒരാളെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനത് പരിശോധിച്ചപ്പോഴത്തേക്ക് സംഭവം ശരിയാണ്. അപ്പോഴാണ് എന്നോട് ഒരാൾ പറഞ്ഞത്, ഈ കൊന്ത എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ക്രൈസ്തവ പുരോഹിതർ പോലും അങ്ങനെ ഇടാറില്ല. കാരണം അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം, അന്ധവിശ്വാസമാണ്. കൊന്ത ഉപയോഗിക്കുന്ന, കൊന്ത വെച്ച് ആരാധന നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ വിശ്വാസത്തെ ഹനിക്കുകയല്ല. ചിലർക്കൊരു അന്ധവിശ്വാസമുണ്ട്, ഈ കൊന്ത ഇട്ട് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് കൊന്ത വേണ്ട, കൊന്ത ഇല്ലാതൊക്കെ മതി. സ്വർണ്ണത്തിലുണ്ടാക്കിയ ചില കൊന്തയൊക്കെ ചിലമാരൊക്കെ ഇടുന്നുണ്ടായിരിക്കും. എന്നാലും പക്ഷെ കൊന്ത പണ്ടത്തെ പോലെ ഇപ്പോൾ വലിയ പ്രയോഗത്തിലില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ കൊന്ത ഇട്ട് കാണുന്നില്ല. അതിനെക്കുറിച്ച് മറ്റ് സമുദായങ്ങളിലുള്ളൊരു വിശ്വാസം, കൊന്ത സമ്മാനമായിട്ട് കിട്ടിയാൽ കൊള്ളത്തില്ല എന്നൊരു വിശ്വാസമുള്ള ചിലരെങ്കിലും ഉണ്ട്. അന്ധവിശ്വാസമാണ്. കൊന്ത കിട്ടിയാൽ എന്ത്, കൊന്ത കിട്ടിയില്ലെങ്കിലുണ്ട്. നമുക്ക് വരാനുള്ളത് നമുക്ക് വരും, അല്ലേ? അതെ. അതുപോലെയാണെങ്കിൽ ഈ സൽമാൻ ഖാൻ ഈ വാച്ച് കെട്ടിയിരിക്കുന്നത് എന്തിനായിരിക്കും? സൽമാൻ ഖാൻ ഈ വാച്ച് കെട്ടിയിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉണ്ട്. ഈ വാച്ചിനെ കുറിച്ചൊന്നും പറയാതെ സൽമാൻ ഖാൻ്റെ വാച്ച് കെട്ടിയത് എന്തിനാണെന്നുള്ളതിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. ഈ വാച്ച് എന്ന് പറഞ്ഞാൽ ജേക്കബ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ വാച്ചാണ്. ഈ വാച്ചിൻ്റെ വില കൂടെ നിങ്ങൾ കേൾക്കണം. 34 ലക്ഷം രൂപയാണ്. 34 ലക്ഷം രൂപയുടെ ജയ് ശ്രീറാം വാച്ചാണ്. അയോധ്യ രാമജന്മഭൂമി സ്പെഷ്യൽ എഡിഷൻ 2 എന്ന് പറഞ്ഞ് വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ വാച്ചുകളിൽ, സ്പെഷ്യൽ എഡിഷൻ വാച്ചുകളിലൊന്നാണ് സൽമാൻ ഖാൻ കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ ജേക്കബ് അർബോ എന്ന് പറയുന്ന ഒരാളുണ്ടായി. അദ്ദേഹം അമേരിക്കയിലേക്ക് വന്നു. എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്ന്, പഴയ USSRൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നതാണ്. കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് USSRൽ നിന്ന് ഓടി വന്ന് അമേരിക്കയിൽ വന്ന് വ്യവസായം തുടങ്ങിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെയാണ് ജേക്കബ് ആൻഡ് കോ എന്ന് പറയുന്ന വാച്ച് കമ്പനി. അവരാണ് ഈ വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിക്ക് പോലും ഇന്ത്യയിൽ ശ്രീരാമ ജന്മഭൂമിയെ ചേർത്ത് ശ്രീരാമചന്ദ്രൻ്റെ ചിത്രവും ഹനുമാൻ്റെ ചിത്രവും ഒക്കെ ചേർത്ത് ഒരു സ്പെഷ്യൽ എഡിഷൻ വാച്ച് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിന് 34 ലക്ഷം രൂപ വില വെച്ചു. അത് ഒന്ന് വാങ്ങി കയ്യിൽ കെട്ടിയിട്ടുണ്ടാര്? വാങ്ങി മേടിച്ചതാണോ, ഇനി ആരെങ്കിലും സമ്മാനം കൊടുത്തതാണോ എന്ന് അറിയത്തില്ല. ഈ സമ്മാനം കൊടുത്തതാണെങ്കിൽ പോലും ഷിർക്കായ ഒരു സാധനം കെട്ടാൻ പറ്റുമോ? ഇല്ല. മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനെതിരെ വേറെ വിഗ്രഹാരാധന, മറ്റു ദേവതകളുടെ ചിത്രം കൊണ്ടു നടക്കുന്നത് ഇസ്ലാം മത വിശ്വാസത്തിനെതിരാണ്. അതിലൊക്കെ ഉപരി ഇത് രാമക്ഷേത്രമാണ്, ബാബറി പള്ളി പൊളിച്ചെടുത്തുണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു മുസ്ലിമിന് ഹറാമോട് ഹറാമാവണം. പക്ഷെ സല്ലുബായി പറഞ്ഞു പോടാ എന്ന് പറഞ്ഞ് സല്ലുബായി വാച്ച് കെട്ടി. ഈ വാച്ചിൻ്റെ വിശേഷം, ഈ വാച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ടൈറ്റാനിയം കൊണ്ടാണ്. അതിൻ്റെ സഫയർ ക്രിസ്റ്റലിൻ്റെ ഗ്ലാസ്സാണ്. അതിൻ്റെ സ്ട്രാപ്പ് ഏറ്റവും മുന്തിയ സിലിക്കോൺ കൊണ്ടുള്ള സ്ട്രാപ്പാണ്. അതിൻ്റെ കളറ് കാവിയാണ്, വാച്ചിൻ്റെ കളർ. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ സൽമാൻ ഖാൻ്റെ വാച്ച് ഒരു സന്ദേശമോ ഒക്കെയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സൽമാൻ ഖാൻ വളരെ പെട്ടെന്ന് ശ്രീരാമൻ്റെ ഭക്തനായി മാറിയതെന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. എന്തുകൊണ്ടായിരിക്കും? പല സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം പറയും, ഇതൊക്കെ പറയുമ്പോൾ ഗണേശോത്സവത്തിൽ പങ്കെടുക്കുന്ന ആളാണ് സൽമാൻ ഖാൻ. ഹോളിയിൽ പങ്കെടുക്കും, അതെ, കളറൊക്കെ വരിക, അതൊക്കെ സൽമാൻ ഖാൻ ചെയ്യും. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് സൽമാൻ ഖാൻ എന്തുകൊണ്ടാണ്
ഈ വാച്ച് കെട്ടി തൻ്റെ ശ്രീരാമ ഭക്തി അല്ലെങ്കിൽ ഞാൻ മുസ്ലിം ആണെങ്കിലും എൻ്റെ പൈതൃകം UP മുഖ്യമന്ത്രി പറയുന്ന പോലെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെയൊക്കെ DNA പരിശോധിച്ചാൽ 5 6 തലമുറയ്ക്ക് അപ്പുറത്ത് ആരാണ്? ഹിന്ദു ആയിരുന്നു. ഈ സൽമാൻ ഖാൻ്റെ അമ്മയോ മറ്റോ ഹിന്ദു ആണോ? അങ്ങനെ മറ്റോ ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഉറപ്പില്ല കേട്ടോ, സബ്ജക്റ്റ് ടു കറക്ഷൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മറ്റേ ഖാൻ ഉണ്ടല്ലോ, ഷാറൂഖ് ഖാൻ്റെ ഭാര്യ ഗൗരി ഹിന്ദുവാണ്. ഏതാ ഷാറൂഖ് ഖാനാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണെന്ന് മറ്റോ പറയാം. അല്ല, അത് മറ്റേ ഖാൻ, അമീർ ഖാൻ എൻ്റെ ഭാര്യയ്ക്ക് പേടിയാണ് പാകിസ്ഥാനിൽ പോകണമെന്ന്. സൽമാൻ ഖാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബജ്രംഗി ഭായ്ജാൻ എന്നൊരു സിനിമ പുള്ളി അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതായാലും സൽമാൻ ഖാൻ്റെ കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയാണ്. ഹിന്ദു കഥാപാത്രങ്ങളെ ഒരുപാട് അവതരിപ്പിക്കുന്ന ഇന്ത്യൻ സൂപ്പർ സ്റ്റാറാണ് സൽമാൻ ഖാൻ. അദ്ദേഹം എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി അതീവ ധീരതയോടെ രാമഭഗവാന്റെ രാമക്ഷേത്രത്തിൻ്റെ ചിത്രമുള്ള വാച്ച് കെട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് പല തിയറികളുണ്ട്. ഒരു തിയറി സൽമാൻ ഖാനോട് കുശുമ്പുള്ളവർ പറയുന്നതാണ്. കാരണം ലോറൻസ് ബിഷ്ണോയി എന്ന് പറഞ്ഞ ഒരാൾ, വിഷ്ണു ഭക്തൻ, കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയതിൻ്റെ പേരിൽ സൽമാൻ ഖാനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, നിരന്തരം ഭീഷണിയുണ്ട്. അതിൻ്റെ പേരിൽ ഈ സൽമാൻ ഖാനുമായി ബന്ധമുള്ള പലരെയും കൊന്നു. ഓർക്കുന്നുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ അവിടുത്തെ വലിയ MLA ആയിരുന്ന ഒരാളെ വെടിവെച്ച് കൊന്നു. അപ്പോൾ കൊല്ലും സൽമാൻ ഖാൻ്റെ വീടിന് നേരെ വെടിവെപ്പ് ഉണ്ടായി. അപ്പോൾ ഈ ശ്രീരാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. വിഷ്ണോയി വിഭാഗക്കാർ വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ശ്രീരാമചന്ദ്രൻ്റെ ആളാണ് എന്ന് പ്രഖ്യാപിച്ച് ലോറൻസ് ബിഷ്ണോയിയുടെ പക്കൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഏതായാലും ലോറൻസ് ബിഷ്ണോയിയുടെ ഭീഷണി സൽമാൻ ഖാന് നേരെയുണ്ട്. അതുകൊണ്ട് Z+ സെക്യൂരിറ്റി മറ്റാണ്, Z കാറ്റഗറി സെക്യൂരിറ്റിയാണ് സൽമാൻ ഖാന് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ വാച്ച് കെട്ടിയാൽ ശ്രീരാമചന്ദ്രനും ഹനുമാനും കൂടെ ഉണ്ടെങ്കിൽ ആയുസ്സും ആരോഗ്യമൊക്കെ ഉറപ്പാണ്. അപ്പോൾ അത് സൽമാൻ ഖാനും അറിയാം. ഇനി മറ്റൊന്ന് പറയുന്നത്, സിക്കന്ദർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ വരാൻ പോകുന്നുണ്ട്. സിക്കന്ദർ സിനിമ ഓടണമെങ്കിൽ തിയേറ്ററിൽ പോകണം അല്ലേ? അപ്പോൾ പ്രധാനമായും സിനിമ കാണുന്നവർ കൂടുതലും ഹിന്ദുക്കളാണ് അല്ലേ? കാരണം മറ്റവർക്ക് സിനിമ ഹറാമാണ്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദുക്കൾ കയറിയാലേ സിനിമ വിജയിക്കുള്ളൂ. അപ്പോൾ സിക്കന്ദർ സിനിമയുടെ പ്രൊമോഷന് മുന്നോടിയായിട്ടാണോ അദ്ദേഹം ശ്രീരാമചന്ദ്രൻ്റെ ചിത്രമുള്ള വാച്ച് കെട്ടുക മാത്രമല്ല, ആ വാച്ച് കെട്ടിയിരിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണോ എന്നൊരു സംശയമുണ്ട്. ഇപ്പം നമ്മുടെ ചില നടന്മാരുണ്ടല്ലോ, സിനിമയൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര ഭക്തനാണ്, സിനിമ റിലീസാവുന്നതിന് തൊട്ട് മുമ്പ് ശബരിമലയ്ക്ക് പോകും, പ്രാർത്ഥിക്കും, അതൊരു ചന്ദനക്കുറി തൊടും, എന്നിട്ട് ഞാൻ ഹിന്ദു ആണെന്ന് പറയും, എന്നിട്ട് ഹിന്ദുക്കളുടെ പരിപാടികളൊക്കെ വല്ല ദൂർത്തിയുണ്ടെ പങ്കെടുക്കും, എന്നിട്ട് ഹിന്ദുക്കൾ ഏട്ടാന്ന് പറഞ്ഞ് കൊണ്ടു നടക്കും, സമയം കിട്ടുമ്പോൾ ഹിന്ദുവിൻ്റെ പള്ളക്ക് കുത്തും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില താരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെയാണ് സൽമാൻ ഖാൻ ഹിന്ദു വിരുദ്ധ സിനിമകളൊന്നും ചെയ്യുന്നില്ല. ഉണ്ടോ? ഇല്ല. അദ്ദേഹം നിന്നു പഴച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ ശ്രീരാമ ജന്മഭൂമിയുടെ ചിത്രമുള്ള വാച്ചൊക്കെ കെട്ടുന്നുണ്ടാവാം. അത് ഒരുപക്ഷെ ഒരു ടാക്ടിക്സും ആയിരിക്കാം. പക്ഷേ ഇവിടെ ചെയ്യുന്ന പോലെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈയിടെ ഈ വിവാദമായിരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് നോക്കൂ. ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് നാട്ടിലെ സംഘികൾ മുഴുവൻ ആ സിനിമയ്ക്ക് മുൻകൂറായി എന്തൊരു പ്രചരണമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. എന്തോ ശമ്പളം കുട്ടി ചെയ്യുന്നത് പോലെ ആയിരുന്നു ടിക്കറ്റ്. ആ ഏട്ടൻ്റെ സിനിമ എന്നും പറഞ്ഞ് ഇങ്ങനെ സംഘികൾ മുഴുവൻ പ്രമോഷൻ നടത്തി വെളുപ്പാങ്കാലത്ത് പോയി സിനിമ കണ്ടു. ഞാൻ നമ്മുടെ പാലക്കാട് BJPയുടെ പ്രസിഡന്റല്ലോ പ്രശാന്ത് ശിവൻ്റെയും ജില്ലാ പ്രസിഡന്റാണ് രാജീവ് ചന്ദ്രശേഖരനെയും പോസ്റ്റ് ഉണ്ട്. രണ്ടുപേരും, രാജീവ് ചന്ദ്രശേഖരാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പൃഥ്വിരാജിനെ ഇരുത്തി സ്വീകരിച്ച് സിനിമയെക്കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാനിത് കാണുമെന്ന് പറഞ്ഞ് പോസ്റ്റ് വിട്ടു. പ്രശാന്ത് ശിവൻ ഫസ്റ്റ് ഷോ എന്നും പറഞ്ഞ് കൂട്ടുകാരോടൊപ്പം നിൽക്കുന്ന പടം സെൽഫി ഇട്ടു. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊക്കെ അതൊരു തന്ത്രമാണേ. കാരണം സിനിമയ്ക്ക് മുമ്പ് ഒരു വലിയ പ്രൊമോഷൻ ആരെ കൊണ്ട് ചെയ്യിക്കുക? മോഹൻലാൽ ഉള്ളതുകൊണ്ട്. ഞാൻ പേരെന്തിനാ പറയുന്നത്? മോഹൻലാൽ ഉള്ളതുകൊണ്ട് സംഘികൾ ചെയ്തോളൂ. സംഘികൾ ഇങ്ങ് ചെയ്തു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സംഘികൾ എതിരെ പറഞ്ഞു. ഉടനെ പ്രചാരണം ആരെടുക്കും? സുഡാപ്പികൾ ഏറ്റെടുക്കും. സംഘികൾ എതിരാന്ന് കണ്ട ഉടനെ സുഡാപ്പി ഏറ്റെടുക്കില്ല. അപ്പോൾ രണ്ട് തരത്തിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വൃത്തികെട്ട മാരീച വേഷം കിട്ടുകയാണ് ഈ സിനിമയിലൂടെ ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ സൽമാൻ ഖാൻ എത്ര ഭേദമാണ് അല്ലേ? കേരളത്തിൽ സുഡാപ്പികളുടെയും ഇടതുപക്ഷക്കാരൻ്റെയും സംഘപരിവാറുകാരുടെയും കാശ് വേണം. ആദ്യത്തെ ദിവസം സംഘികളെ കൊണ്ട് തിയേറ്ററിൽ കിട്ടും. സംഘികളെതിരെ വന്നിട്ട് ഈ സിനിമ ഞങ്ങൾക്ക് പഠിക്കുന്ന സിനിമയാണെന്ന് പറയുമ്പോൾ അത് കാമ്പയിൻ ചെയ്ത് സംഘി വിരുദ്ധരെ കൊണ്ട് തിയേറ്ററിൽ കയറ്റുക. നാണം കെട്ട പണി. പിച്ച എടുത്ത് തിന്നൂടെ? ഇതിലും ഭേദം ഒരു നിലപാട് വേണ്ടേ? ഒരു നിലപാട്.
അത് വെച്ച് നോക്കുമ്പോൾ സൽമാൻ ഖാൻ എത്ര ഭേദം. സൽമാൻ ഖാൻ്റെ അന്തസ്സോടെ കൈ കെട്ടിയിരിക്കുന്നു ശ്രീരാമചന്ദ്രൻ്റെ രാമജന്മഭൂമിയുടെ ചിത്രമുള്ള വാച്ച്. എന്തിന്? നമ്മുടെ മഹാനടൻ എന്താ പറഞ്ഞത്? അയോധ്യയിലേക്ക് ക്ഷണിച്ചല്ലോ. അന്ന് അദ്ദേഹത്തിന് എന്തായിരുന്നു? ഷൂട്ടായിരുന്നു പറഞ്ഞത്. ഷൂട്ട് സമയമില്ല. ഏത് ഷൂട്ട്? ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കിട്ട് പണിയുന്ന ഈ സിനിമയുടെ ഷൂട്ട്. അപ്പോൾ ഏതായാലും സല്ലൂഭായിയുടെ സിക്കന്ദർ നമ്മൾ കണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.